ഹരീഷ് എന്നെ വെറുക്കാൻ ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? അതാദ്യം പറ. എടി, നീ ഒരു മുഴു ഭ്രാന്തിയാ. ഒരു മുഴു ഭ്രാന്തിയായ നിന്നോടൊപ്പം ജീവിക്കാൻ എനിക്ക് പറ്റില്ല. എന്ത് ഡി? സത്യം പറയുമ്പോ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടോ? അല്ലെങ്കിലും സത്യം കേൾക്കുമ്പോ നിങ്ങൾക്ക് പൊള്ളും. കാരണം നിങ്ങൾ നേരെന്നറിയുള്ളവളല്ലോ. ഞാൻ വന്നത് വഴക്കും വയ്യാവേലിയും ഉണ്ടാക്കാനൊന്നും അല്ല. എനിക്കിനി ഇവളോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണം. ദേ, ഈ വക്കീലിനിട്ട് ബുദ്ധിമുട്ടിക്കാതെ വേഗം ഒന്ന് ഒപ്പിട്ട് തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്ന് പോവായിരുന്നു. വക്കീലിനെ ഇട്ട് ബുദ്ധിമുട്ടിക്കാൻ ഈ വക്കീലിനെ ഞങ്ങളല്ലല്ലോ ഇങ്ങോട്ട് വിളിച്ചത്. ദേ, എനിക്ക് ഇവളോടാ പറയാനുള്ളത്. ഒരു കാരണവശാലും ഇനി നമ്മൾ തമ്മിൽ പൊരുത്തപ്പെട്ട് പോവില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പെറ്റീഷൻ ഒന്ന് നീ ഒപ്പിട്ടുത്താ. ഫാമിലി കോർട്ടില് മ്യൂച്വൽ കൺസെന്റ് ഡിവോഴ്സ് പെറ്റീഷൻ നൽകിയ പെട്ടെന്ന് വിവാഹമോചനം അനുവദിച്ചു കിട്ടും. നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം ഇവരെ വേർപിരിക്കാൻ? ശ്രീ, നിനക്കൊന്നും പറയാല്ലേ? നീ ഒന്ന് ഒപ്പിട്ട് താ. ഞാൻ ഒപ്പിടില്ല ഹരീഷ്. എന്നെ കൊന്നാലും ഞാനിതിൽ ഒപ്പിടില്ല. എന്ത് ന്യായത്തിലാ നീ? അവള് പറയട്ടെ. നിങ്ങൾ ചിലക്കാതെ അവിടെ നിന്നേ. ഞാൻ ഹരീഷിനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് ഹരീഷിനോട് ദേഷ്യമില്ല. പിന്നെന്തിനാ നമ്മൾ തമ്മിൽ പരസ്പരം പിരിയുന്ന? നിങ്ങൾ രണ്ടുപേരെയും രണ്ടാക്കേണ്ടത് രുക്മിണിയുടെ തീരുമാനം. അത് നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ച അന്ന് മുതൽ തുടങ്ങിയതാ. ഞാനേ ഇവളെ എന്റെ മകളെ പോലെ കണ്ട. മിണ്ടരുത്. മകളെ പോലെ അവളുടെ ഒരു നാടകം. ഹരീഷ്, നീ ഇത്രയും വിവരമില്ലാത്തവനാണോ? അമ്മ പറഞ്ഞതും കേട്ട് കല്യാണം കഴിച്ച പെണ്ണിനെ ഉപേക്ഷിക്കാൻ നടക്കുന്നു. എടാ, ഒരു പെണ്ണിന്റെ ജന്മത്തിന് ഒരു വിലയുമില്ലേ? നീ എന്തൊക്കെയാ ധരിച്ചു വെച്ചിരിക്കുന്ന? എനിക്ക് സമാധാനത്തോടെ ഇനിയെങ്കിലും ജീവിക്കണം. അതുകൊണ്ട് ഇവളോടൊപ്പം ഒരു ജീവിതം എനിക്കിനി വേണ്ട. നിന്റെ സമാധാനം നശിപ്പിക്കാൻ എന്റെ മോളി എന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ? അയ്യോ, ഇങ്ങനെ സത്യവതിയും ശാന്തശീലയായ ഒരു മോള്. ഇങ്ങനെ 10 പെണ്ണുങ്ങൾ ഭൂമിയിലുണ്ടെങ്കിൽ നിർത്ത്. നോണം കെട്ട തള്ള. ഇതുപോലത്തെ 10 പെണ്ണുങ്ങൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ എന്തൊരു ശല്യം ഇവര്. ഈ രാജ്യം മുഴുവൻ വൈറസ് പരക്കും ഇവരെ പോലെ ഒരെണ്ണം ഉണ്ടെങ്കിൽ. നിങ്ങളാ കൊറോണ. കൊറോണയേക്കാൾ വലിയ കൊറോണ. കൊറോണ രുക്മിണി. അതെ, അടങ്ങി ഇവിടെ നിന്നോണം. ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അടിച്ച് തറയിലിരുത്തും. എടാ, പെറ്റ തള്ളയെ ചീത്ത വിളിക്കുന്നത് കേട്ടിട്ട് മിണ്ടാ നിൽക്കുന്നോടാ. ഒന്നുകിൽ ചാടി അവളെ അടിക്കണം, അല്ലെങ്കിൽ പോയി ഒപ്പിട്ട് മേടിക്കണം. ശ്രീ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നീ ഒന്ന് ഒപ്പിട്ട് താ. നമുക്ക് പരസ്പരം പിരിയാം. പിരിയാൻ എന്തെങ്കിലും മതിയായ റീസൺ വേണ്ടേ ഹരീഷ്? ഹരീഷ് എന്നെ വെറുക്കാൻ ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? അതാദ്യം പറ. എടി, നീ ഒരു മുഴു ഭ്രാന്തിയാ. ഒരു മുഴു ഭ്രാന്തിയായ നിന്നോടൊപ്പം ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ഇനിയും എന്റെ പെങ്ങളെ നീ ഭ്രാന്തി എന്ന് വിളിച്ച നിന്നെയും നിന്റെ അമ്മയും എവിടെയായിട്ട് ഞാൻ കത്തിക്കും. എടാ, പിടിച്ചവളെ കൊണ്ട് ബലമായിട്ട് ഒപ്പിടിക്കടാ. അയ്യോ,
എന്താടി എന്തു പറ്റി നിനക്ക്? വേണുവേട്ടാ, ശ്രീലക്ഷ്മി. ഇടി അവളെ അപ്പുറത്ത് കിടന്ന് ഉറങ്ങാല്ലേ? ആ, സ്വപ്നം കണ്ടുവല്ലേ? സാരമില്ല. പല ഓരോ വിചാരങ്ങളായിട്ട് നടന്നിട്ടല്ലേ? നീ പ്രാർത്ഥിച്ച് കിടക്കാൻ നോക്ക്. കിടക്കടി. ദിവ്യ, കുഞ്ഞെവിടെ? കുഞ്ഞു ഉറക്കോ മാഡം? നിനക്കെന്ത് പറ്റി? നിന്റെ മുഖം എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നെ? എന്താ ദിവ്യ, ദീപക്കുമായിട്ട് വഴക്കുണ്ടായോ? വഴക്കല്ലാതെ അവൻ എന്നെ സ്നേഹിക്കുവാണെന്നാണോ മാഡം കരുതിയിരിക്കുന്നത്? അങ്ങനെയൊന്നും ഞാൻ കരുതിയിട്ടില്ല. നിന്റെ മുഖഭാവമൊക്കെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു പോയതാ. അവൻ നിന്നെ തല്ലോ മറ്റോ ചെയ്തോ? ഇനി അവൻ എന്നെ തല്ലാനോ മറ്റോ വരട്ടെ, ഞാൻ കൈയും കെട്ടി നിന്നു കൊടുക്കാം. അവന്റെ കൈ ഞാൻ വെട്ടും. ദിവ്യ, വല്ല വിധത്തിലും പൊരുത്തപ്പെട്ടു പോവാൻ പറ്റുവാണെങ്കിൽ നീയൊന്ന് നോക്ക്. ഒരു കുഞ്ഞുള്ളതല്ലേ, അവനെ എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കണ്ടേ? ഇവിടെ നിന്നുകൊണ്ട് അവനെ വളർത്തിയെടുക്കാന്നുള്ള വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ല മാഡം. അതിന്റെ അച്ഛനും അച്ചാമ്മയും അതിനെ അറപ്പോടെയും വെറുപ്പോടെയാ നോക്കുന്നത്. അവൻ ഇവിടെ നിന്ന് വളർന്ന വലിയ ക്രിമിനലായി മാറും. അങ്ങനെയൊന്നും പറയല്ലേ ദിവ്യ. ദീപക്ക് മാറും. അവന്റെ സ്വഭാവം മാറാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ തള്ളേ മോനും പിശാചുക്കളാ മാഡം. പിശാചുക്കളെ നന്നാക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവം എന്ത് ചെയ്യാനാ? എന്തായാലും ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടല്ലേ പറ്റൂ. കുഞ്ഞിനെ വളർത്തണം, നിനക്ക് ജീവിക്കണം. മാക്സിമം സഹിച്ചും ക്ഷമിച്ചും തരണം ചെയ്യാൻ ശ്രമിക്കണം. ഒരു തരത്തിലും അവൻ നിന്നെ അംഗീകരിക്കാതെ വന്ന പ്രതാപേട്ടൻ ഇവിടെ ഉണ്ടല്ലോ. ഏട്ടനോട് എല്ലാം തുറന്നു പറയണം. ഏട്ടൻ ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരും. എന്റെ കാര്യത്തില് ഒരു പരിഹാരം ഇല്ല മാഡം. വർമ്മ സാറ് പറയുന്നത് സാറിന്റെ മുന്നിൽ വെച്ച് ഇവർ അംഗീകരിക്കും. സാറങ്ങ് മാറുമ്പോ ഇവരുടെ വാക്കും മാറും. സത്യം പറഞ്ഞ ഈ അമ്മയും മോനും കൂടി എന്നെ കൊന്നുകളയേണ്ടായിരുന്നു. എന്റെ ആയുസിന്റെ ബലം കൊണ്ട് ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്.